മണലാരണ്യങ്ങളിൽ വിളയുന്ന ഈന്തപ്പന മലനാട്ടിലും. തൊടുപുഴ മണക്കാടാണ് ഈന്തപ്പന കായ്ച്ചിരിക്കുന്നത്. തൊടുപുഴ മണക്കാട് സജി 4 വർഷം മുൻപ് വാങ്ങി നട്ട 2 പനകളിൽ ഒന്നാണ് ഇപ്പോൾ കായ്ച്ചിരിക്കുന്നത്. ഇടുക്കിയിൽ ഇതൊരു കൗതുക കാഴ്ചയാണ്. ചൂടേറിയ വരണ്ട മണൽ നിറഞ്ഞ പ്രദേശങ്ങളിൽ വിളയുന്ന ഈന്തപ്പഴം നമ്മുടെ നാട്ടിലും ഉണ്ടാകും എന്നത് ആരെയും അത്ഭുതപ്പെടുത്തും. ഒരു അലങ്കാര ചെടിയായി പലരും ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഈന്തപ്പനകൾ നടാറുണ്ട്. അതുപോലെ തന്നെയായിരുന്നു സജിയും. ഫാം ടൂറിസം ലക്ഷ്യമിട്ടാണ് സജി കൃഷിയിടത്തിൽ ഈന്തപ്പനകൾ നട്ടത്. രാജസ്ഥാനിൽ നിന്നും 30,000 രൂപ മുടക്കി 2 പനകൾ എത്തിച്ചു. ഇത് കായ്ക്കുമെന്ന് ഒരിക്കലും കരുതിയില്ല. എന്നാൽ അപ്രതീക്ഷിതമായി പനകൾ കുലയിടുകയും കായകൾ പിടിക്കുകയും ചെയ്തു. അന്നേരം ഈ ഫാം ടൂറിസത്തിന് വേണ്ടി നമ്മുടെ സന്തോഷത്തിന് വേണ്ടി വാങ്ങിച്ചു വെച്ചതാണ്. ഇപ്പോഴാണ് മനസ്സിലാകുന്നത് ഇത് നമ്മുടെ നാട്ടിൽ കായ്ക്കും. ഈർപ്പമില്ലാത്ത മണ്ണ് വേണമെന്നാണ് പറയുന്നത്. നമ്മൾ വെള്ളം ഒഴിക്കുന്നില്ല. വെള്ളം ഒഴിക്കരുതെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ട് വെള്ളം ഒഴിക്കുന്നില്ല. വെള്ളം ഒഴിക്കാണ്ട് തന്നെ നമ്മൾ വളവും ചേർക്കുന്നില്ല കാര്യത്തിന്. പക്ഷേ സംരക്ഷിക്കുന്നുണ്ട്. പക്ഷേ വെള്ളവും വളവും വളരെ കുറച്ച് ചെയ്താണ് വളർത്തുന്നത്. എനിക്കിങ്ങനെ എല്ലാ കൂട്ടം ഐറ്റം ഉണ്ട്. നമ്മുടെ ചെറിയുണ്ട്, മൂട്ടിപ്പഴമുണ്ട്, മാങ്കോസിനുണ്ട്, മൂട്ടിപ്പഴമുണ്ട്, ഒരുപാട് ഐറ്റം സാധനം എനിക്കറിയാം. അവിയുണ്ട്. എനിക്കറിയാവുന്ന പല കേൾവിലും ഇല്ലാത്ത നാട്ടിലില്ലാത്തവരും അതുപോലും ഞാൻ കണ്ടുപിടിച്ച് ഇത് കൊണ്ടുവെക്കുന്നുണ്ട് ഈ ഫാം ടൂറിസ്റ്റിൻ്റെ പ്രോഗ്രാം ആയതുകൊണ്ട്. സജിയുടെ കൃഷിയിടത്തിൽ വേറെയും അപൂർവ ഫലവൃക്ഷങ്ങളുണ്ട്. ഇത്തവണത്തെ കനത്ത ചൂട് ഈന്തപ്പനകൾക്ക് കൂടി അനുകൂലമായിരുന്നുവെന്നാണ് ഈ കർഷകൻ കരുതുന്നത്. വിനോ കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജയനസ് രാജു, മാതൃഭൂമി ന്യൂസ്, ഇടുക്കി. വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും എന്ന് പറയില്ലേ, അതുപോലെ നന്നായി ഒന്ന് പണിയെടുത്താൽ ഇവിടെയും ഈന്തപ്പന കായ്ക്കും എന്നുള്ളതാണ്. പിന്നെ അതിന് കാലാവസ്ഥ കൂടി അനുയോജ്യമായി എന്നുള്ളത് മറ്റൊരു കാര്യം. ജെയിനസ് രാജു ചേരുന്നുണ്ട് തത്സമയം. ജെയിൻ, ഇപ്പം നമ്മുടെ നാട്ടിൽ പലയിടങ്ങളിലും അലങ്കാരത്തിനായി ഈ ഈന്തപ്പനകൾ വെച്ച് കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും അങ്ങനെ കായ്ച്ച് കാണാറില്ല. ഇതിപ്പോൾ ഇടുക്കി തൊടുപുഴ ആ ഭാഗം എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം തണുപ്പുള്ള ഇടമാണ്. ഇപ്പോൾ ഇവിടെ കൃഷിയോടുള്ള പ്രത്യേക ഒരു താല്പര്യം കൊണ്ടുകൂടിയാണ് സജിക്ക് അത് കൃത്യസമയത്ത് അതിനെ ശുശ്രൂഷിക്കാനും അതിനെ കായ്പിച്ച് നിർത്താനും സാധിച്ചത്. അതിനെന്തായാലും വലിയൊരു കയ്യടി കൊടുക്കണം. ആ കൃഷിയോടുള്ള താല്പര്യം കൊണ്ട് മാത്രമാണ് 2 ഈന്തപ്പനകൾ ഇങ്ങ് നാട്ടിലേക്ക് കൊണ്ടുവന്ന് പണം മുടക്കി ഇവിടെ കൊണ്ടുവന്നാലും കായ്ക്കും എന്നുള്ള കാര്യം ഉറപ്പൊന്നുമില്ല. പക്ഷെ എന്നാലും അതിനുവേണ്ടി മെനക്കെട്ടു. ഹിമ, നമ്മുടെ നാട്ടിൽ നിരവധി പേരിപ്പോൾ ഈന്തപ്പന വയ്ക്കുന്നുണ്ട്. പക്ഷേ പലയിടത്തും ഇത് കായ്ക്കാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം നമ്മുടെ കാലാവസ്ഥ അനുകൂലമല്ല. കേരളത്തിൽ വർഷത്തിൽ ഏതാണ്ട് 8 മാസത്തിലധികം മഴ ലഭിക്കുന്ന ഒരു മേഖലയാണ്. കൂടാതെ നമുക്കറിയാം, ഇപ്പം അറേബ്യൻ നാടുകളിലുള്ളതുപോലെ ഒരു വരണ്ട കാലാവസ്ഥയല്ല നമ്മുടേത്. അതുകൊണ്ടാണ് ഇത് പലപ്പോഴും കായ്ക്കാത്തത്. കൂടാതെ ആൺ പെൺ മരങ്ങൾ അടുത്തുണ്ടെങ്കിൽ മാത്രമേ ഇത് കായ്ക്കൂ. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ അനുകൂലമായി വന്നാൽ മാത്രമേ ഈന്തപ്പന നമ്മുടെ നാട്ടിൽ കായ്ക്കാറുള്ളൂ. അതുകൊണ്ട് അപൂർവമായിട്ടാണ് ഈന്തപ്പന നമ്മുടെ നാട്ടിൽ കായ്ക്കുന്നത്. സജി, അദ്ദേഹം മണക്കാട് സ്വദേശിയാണ്. അദ്ദേഹം ഈ പന നട്ടപ്പോൾ പോലും അതിൽ നിന്ന് കായ്ഫലം ലഭിക്കണം എന്നൊരു ലക്ഷ്യത്തോടു കൂടിയല്ല ഇത് നടുന്നത്. അദ്ദേഹം ഒരു ഫാം ടൂറിസം ലക്ഷ്യമിട്ടിരുന്നു. അപ്പോൾ അവിടെ വരുന്ന ആളുകൾക്ക് ഈന്തപ്പന കാണാനുള്ള ഒരു സൗകര്യം, അവസരം എന്ന നിലയിലാണ് 30,000 രൂപ മുടക്കി 2 തൈകൾ വാങ്ങി നട്ടത്. അത് അപ്രതീക്ഷിതമായിട്ടാണ് ഇതിന് കായ്ഫലം ഉണ്ടായത് എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ശക്തമായ ചൂട് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. പ്രത്യേകിച്ച് അസാധാരണമായിട്ടുള്ളൊരു ചൂട് നമ്മുടെ നാട്ടിലുണ്ട്. ഹ്യൂമിഡിറ്റി വളരെ കുറവായിരുന്നു. അപ്പോൾ അത് ഈ ഈന്തപ്പനയ്ക്ക് അനുകൂലമായ ഒരു സാഹചര്യം സൃഷ്ടിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും വളരെ അപൂർവമായിട്ടുള്ളൊരു കാഴ്ചയാണ് നമ്മുടെ നാട്ടിൽ ഈന്തപ്പന കുലച്ച് കിടക്കുന്നത് കാണാൻ. അധിക കായ്ഫലമുണ്ട് എന്ന് പറയാൻ കഴിയില്ല. എന്നാലും താരതമ്യേന തരക്കേടില്ലാത്ത കായ്ഫലം ഇവിടെ ലഭിച്ചിട്ടുണ്ട്. 2 പനകളാണ് നട്ടത്. പക്ഷേ അതിൽ 1 മാത്രമാണ് കായ്ച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ആൺപെൺ വ്യത്യാസമൊക്കെ ഇതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തായാലും നാട്ടിൽ നിരവധി പേർ ഒരു അലങ്കാര ചെടി എന്ന നിലയിലാണ് പലപ്പോഴും ഈന്തപ്പനകൾ നടുന്നത്. പക്ഷെ അതല്ല, പലപ്പോഴും ഇതിൽ കായ്ഫലം കിട്ടാനുള്ള സാധ്യത കൂടി ഉണ്ട്. തീർച്ചയായും അങ്ങനെ ഒരു അലങ്കാര ചെടി എന്നുള്ള രീതിയിലേക്ക് അപ്പുറത്തേക്ക് അത് കായ്ച്ചു എന്നുള്ളതാണ്. അതിന് സജിക്ക് കൃഷിയോടുള്ള പ്രത്യേക താല്പര്യം കൂടി എടുത്തു പറയണം. കൃഷിയോട് താല്പര്യമുണ്ട്, അതിനെ സ്നേഹിക്കുന്നുണ്ട്, അതിനെ പരിപാലിക്കാനുള്ള ഒരു മനസ്സുമുണ്ട്. അപ്പോൾ കൃഷിയിൽ നിന്നും ഒരുപാട് വിജയങ്ങളിലേക്ക് എത്താൻ, ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ സജിക്ക് കഴിയട്ടെ.